കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വർഷം മുഴുവൻ സൂര്യപ്രകാശം ആസ്വദിക്കാൻ മാത്രമല്ല ആദായ നികുതി അടക്കാതിരിക്കാനും ആയിരക്കണക്കിന് ബ്രിട്ടീഷുകാർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് ഒഴുകുന്നു. UK-യിൽ നിന്ന് പുറത്തു കടക്കാനും സണ്ണി കാലാവസ്ഥയിൽ ഒരു പുതുജീവിതം ആരംഭിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് മിഡിൽ ഈസ്റ്റേൺ രാജ്യം കൂടുതൽ ജനപ്രിയമായിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പാറ്റ് ഇൻസൈഡർ റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ 2,40,000 ബ്രിട്ടീഷ് പ്രവാസികൾ ദുബായിൽ താമസിക്കുന്നുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് 5 വർഷത്തിനുള്ളിൽ 420% വർധനവാണ്. UAE-യിലെ മറ്റൊരു എമിറേറ്റായ അബുദാബിയിൽ ഏകദേശം 2,50,000 ബ്രിട്ടീഷുകാർ താമസിക്കുന്നുണ്ടെന്നാണ് ഹെയ്ലി ആൻഡ് പാർട്ട്നേഴ്സിൽ നിന്നുള്ള പ്രവാസി വിദഗ്ധർ പറയുന്നത്. ലേബർ ഗവൺമെന്റ് നോംഡോം സിസ്റ്റത്തിൽ കൊണ്ടുവരാനിരിക്കുന്ന മാറ്റപ്രകാരം വിദേശത്ത് വിരമിക്കാൻ തിരഞ്ഞെടുക്കുന്നവരും കുറഞ്ഞത് 10 വർഷമായി UK-ക്ക് പുറത്ത് താമസിക്കുന്നവരും അവരുടെ വിദേശ ആസ്തികൾക്ക് ഇനി അനന്തരാവകാശ നികുതി നൽകേണ്ടതില്ല. ഡെത്ത് ഡ്യൂട്ടി നിലവിൽ 40% നിലനിൽക്കുന്നതിനാൽ നികുതി അടക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കുന്ന ബ്രിട്ടീഷ് പ്രവാസികൾ ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യും. നോംഡോം സിസ്റ്റത്തിലുണ്ടാകുന്ന മാറ്റം 2025 ഏപ്രിലിൽ നിലവിൽ വരുമ്പോൾ ഇതിനകം വിദേശത്ത് താമസിക്കുന്ന 10,000 ബ്രിട്ടീഷുകാർ മരിക്കുമ്പോൾ ഉടനെ തന്നെ IHD-യിൽ നിന്ന് ഒഴിവാക്കപ്പെടും. UK-യിലെ പകുതിയിലധികം ജനങ്ങളും പ്രധാനമന്ത്രിയുടെ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നില്ലെന്ന് പുതിയ സർവേ ഫലം സൂചിപ്പിക്കുന്ന സാഹചര്യത്തിൽ തന്റെ ഗവൺമെന്റിന്റെ പ്ലാൻ ഫോർ ചേഞ്ച് പദ്ധതികൾ പ്രഖ്യാപിക്കാനൊരുങ്ങി പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പ്രധാന നയമേഖലകളിൽ പ്രധാനമന്ത്രി ഊന്നൽ നൽകും. സർക്കാരിന്റെ അടുത്ത ഘട്ടമെന്നാണ് സർ കെയർ സ്റ്റാമർ ഇതിനെ വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് ജനത വിഡ്ഢികളല്ലെന്നും മുൻഗണനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അവർക്കറിയാമെന്നും പ്രധാനമന്ത്രി ഞായറാഴ്ച ദി സൺ ദിനപത്രത്തിൽ എഴുതി. ജൂലൈയിലെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ സാമ്പത്തിക വളർച്ച, ഊർജ്ജ സുരക്ഷ, NHS, ശിശു സംരക്ഷണം, വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, കുറ്റകൃത്യം, ക്രിമിനൽ നീതി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ലേബർ പാർട്ടി വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഞങ്ങളത് ചെയ്തില്ലെങ്കിൽ കുറച്ചു വർഷത്തിനുള്ളിൽ രാജ്യം പിന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ഒപ്പീനിയം ദി ഒബ്സർവർ ദിനപത്രത്തിനു വേണ്ടി നടത്തിയ വോട്ടെടുപ്പിൽ സൂചിപ്പിക്കുന്നത് പകുതിയിലധികം ജനങ്ങളും പ്രധാനമന്ത്രിയുടെ പ്രകടനത്തെ അംഗീകരിക്കുന്നില്ല എന്നാണ്. ഏകദേശം 2,000 മുതിർന്നവരിൽ നടത്തിയ സർവേ പ്രകാരം 54% ആളുകൾ അദ്ദേഹത്തിന്റെ പ്രകടനത്തെ അംഗീകരിക്കുന്നില്ല. 22% പേർ അംഗീകരിക്കുന്നു. ഓവറോൾ -32% റേറ്റിംഗ് ആണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്കുള്ളത്. UK-യിലായിരിക്കാനുള്ള അവകാശം തെളിയിക്കാൻ പലർക്കും വിസ ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് ഹോം ഓഫീസ് സമ്മതിച്ചു. ഡിജിറ്റൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ 10-year റൂട്ട് വിസയിലുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുമെന്ന് ക്യാമ്പയിനർമാർ പറയുന്നു. UK-യിൽ ജീവിക്കാനും ജോലി ചെയ്യാനും അവകാശമുള്ള നിരവധി ആളുകൾക്ക് അവരുടെ വിസകൾ ആക്സസ് ചെയ്യാനും രാജ്യത്തുണ്ടായിരിക്കാൻ അനുവദിച്ചിരിക്കുന്ന തെളിവുകൾ നൽകാനും കഴിയില്ലെന്ന് ഹോം ഓഫീസ് സമ്മതിച്ചു. ഈ പ്രശ്നം ലക്ഷക്കണക്കിന് ആളുകൾക്ക് അപകീർത്തിക്ക് കാരണമാകുമെന്ന് മനുഷ്യാവകാശ പ്രചാരകർ മുന്നറിയിപ്പ് നൽകി. വിസ പ്രശ്നം ബാധിക്കപ്പെട്ടവർക്ക് UK-യിൽ കഴിയാൻ അനുവാദമുണ്ട്. എന്നാൽ അവർക്ക് ജോലി ചെയ്യാനോ വീട് വാടകയ്ക്ക് എടുക്കാനോ ഉള്ള അവകാശം കാണിക്കാൻ കഴിയില്ല. ഈ മാസം അവസാനത്തോടെയാണ് ആഭ്യന്തര ഓഫീസ് ഡിജിറ്റൽ ഇമിഗ്രേഷൻ സംവിധാനത്തിലേക്ക് മാറുന്നത്. കൂടാതെ ബയോമെട്രിക് റെസിഡന്റ് പെർമിറ്റുകൾ പോലെയുള്ള UK-യിൽ തുടരാനുള്ള അവകാശം തെളിയിക്കുന്ന മിക്ക ഫിസിക്കൽ ഡോക്യുമെന്റേഷനുകളും അതോടെ കാലഹരണപ്പെടും. 10-year റൂട്ട് വിസയിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഈ പ്രശ്നം ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ വിസ സംവിധാനം ഡിജിറ്റലാകുമ്പോൾ ഇമിഗ്രേഷൻ സ്റ്റാറ്റസുള്ള എല്ലാവർക്കും ഈ വിസകൾ ഉടനടി ആക്സസ് ചെയ്യാൻ കഴിയുന്നത് നിർണായകമാണ്. അല്ലാത്തപക്ഷം 2025 3C ലീവിലുള്ള 10,000 ആളുകളെ ജോലിയിൽ നിന്ന് തെറ്റായി സസ്പെൻഡ് ചെയ്യുകയും വികലാംഗ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുകയും മറ്റ് അടിസ്ഥാന സേവനങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. 3 രഹസ്യ വിമാനങ്ങളിലായി 600-ലധികം ബ്രസീലുകാരെ ഹോം ഓഫീസ് നാടുകടത്തി. തങ്ങളുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും UK-യിൽ ചിലവഴിച്ച കുട്ടികളും ഈ നാടുകടത്തപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. UK-യുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാടുകടത്തൽ നീക്കത്തിലൂടെ ലേബർ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 109 കുട്ടികളടക്കം 600-ലധികം ബ്രസീലുകാരെ UK-യിൽ നിന്ന് 3 ചാർട്ടേഡ് ഫ്ലൈറ്റുകളിലായി രഹസ്യമായി നീക്കം ചെയ്തു. ചാർട്ടേഡ് ഫ്ലൈറ്റുകളിൽ ഇത്രയും വലിയ അളവിൽ വിദേശ പൗരന്മാരെ ഹോം ഓഫീസ് ഇതുവരെ നാടുകടത്തിയിട്ടില്ല. ഒബ്സർവർ ദിനപത്രം കണ്ട വിവര സ്വാതന്ത്ര്യ ഡാറ്റ അനുസരിച്ച് ഓഗസ്റ്റ് 9, ഓഗസ്റ്റ് 23, സെപ്റ്റംബർ 27 എന്നീ ദിവസങ്ങളിൽ 3 ഫ്ലൈറ്റുകളിലായിട്ടാണ് ഇത്രയും അധികം ബ്രസീലുകാരെ നാടുകടത്തിയത്. സ്വമേധയാ തിരിച്ചുപോകാൻ താൽപ്പര്യപ്പെട്ടവരും UK-യിൽ ഓവർസ്റ്റേ ചെയ്ത് പിടിക്കപ്പെട്ട ആളുകളും ഇതിൽ ഉൾപ്പെടുന്നു. 2024 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ 8,308 പേരെയാണ് UK-യിൽ നിന്ന് നാടുകടത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 16% വർധനവ്. UK-യിലായിരിക്കാൻ അവകാശമില്ലാത്തവരെ നീക്കം ചെയ്യാനുള്ള ഞങ്ങളുടെ പദ്ധതി ഇതിനകം തന്നെ ത്വരിതപ്പെടുത്തിയിട്ടുണ്ടെന്നും വിദേശ കുറ്റവാളികളെയും പരാജയപ്പെട്ട അഭയാർത്ഥികളെയും എത്രയും വേഗം രാജ്യത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിലൂടെ അടുത്ത 2 വർഷത്തിനുള്ളിൽ ഏകദേശം £4 ബില്യൺ ലാഭിക്കാൻ കഴിയുമെന്ന് ഹോം ഓഫീസ് വക്താവ് പറഞ്ഞു. ക്യാൻസർ ചികിത്സയിലിരിക്കെ അയർലൻഡിൽ മലയാളി അന്തരിച്ചു. എറണാകുളം പെരുമ്പാവൂർ കുറുപ്പുംപടി ചെറുകുന്നം സ്വദേശിയായ ഷാലറ്റ് ബേബിയാണ് അന്തരിച്ചത്. 51 വയസ്സായിരുന്നു.
ക്യാൻസർ രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് 1.5 വർഷമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇന്ന് രാവിലെ 6-നായിരുന്നു അന്ത്യം. 17 വർഷമായി അയർലൻഡിലെ ഫിൻഗ്ലാസിൽ കുടുംബമായി താമസിച്ചു വരികയായിരുന്നു ഷാലറ്റ്. ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ടെമ്പിൾ, കെന്റ് ഹിന്ദു സമാജം സംയുക്തമായി നടത്തിയ 12-ാം വർഷ അയ്യപ്പ പൂജയ്ക്ക് ഭക്തിനിർഭരമായ സമാപനമായി. പൂജകൾക്ക് ക്ഷേത്ര മേൽശാന്തി അഭിജിത്ത് കാർമ്മികത്വം വഹിച്ചു. UK-യിലെ പ്രമുഖ ഭജന ഗ്രൂപ്പായ തത്വമസി UK അവതരിപ്പിച്ച ഭക്തിസാന്ദ്രമായ ഭജനയ്ക്ക് സദാനന്ദൻ ദിവാകരൻ നേതൃത്വം നൽകി. ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തർ പങ്കെടുത്തു. കൂടുതൽ UK, യൂറോപ്പ്, USA, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.